ഒരിക്കൽ ഒരു മുസ്ലിം സിദ്ധൻ ഗുരുവിനെ വാദിച്ച് ജയിക്കണമെന്ന ഭാവത്തോടെ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു. അടുത്ത് നിന്ന് ഒരു തെങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു. ആദ്യമേ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വെള്ളമുള്ളിടത്തെല്ലാം ജലമുള്ളിടത്തെല്ലാം മത്സ്യമുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഉണ്ടാകണമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് നിന്ന് തെങ്ങ് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, ഇതിലുള്ള കരിക്കിൽ വെള്ളമുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ മത്സ്യം കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചോദിക്കുന്ന ആൾ വിചാരിച്ചു, എന്തായാലും അതിൻ്റെ അകത്ത് മീനൊന്നും കാണാൻ പോകുന്നില്ല, അപ്പോൾ ഞാൻ ജയിച്ചു എന്ന ഭാവത്തോടെ നിൽക്കുമ്പോൾ ഗുരു പറഞ്ഞു, നോക്കിക്കളയാം. അങ്ങനെ ആ കരിക്ക് വെട്ടി നോക്കുമ്പോൾ ഈ മാനത്ത് കണ്ണി എന്ന് പറയുന്ന കുഞ്ഞ് മത്സ്യമില്ലേ, അതിൻ്റെ 2 മീൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ അകത്ത് കൂടി ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ഇയാൾ പിന്നെ അടുത്ത തന്ത്രം ഇറക്കുകയാണ്. അയാൾ പറഞ്ഞു, എനിക്കൊരു വലിയ സിദ്ധിയുണ്ട്, എന്നെ ഒരു മുറിയിൽ അടച്ചിട്ടാൽ ആ പൂട്ട് തുറക്കാതെ തന്നെ ഞാൻ ആ മുറിയുടെ വെളിയിലേക്ക് വരും. അപ്പോൾ ഗുരുവിനോട് ഇയാൾ ഗുരുവിനെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഒരു ഭക്തൻ്റെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് സ്വാമി സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവരെ 2 പേരെ 2 മുറിയിലാക്കി പൂട്ടിയിട്ടു. ഇങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സ്വാമി ഇങ്ങനെ ഭക്തരുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കുന്നതാണ് അവിടെ നിൽക്കുന്ന ശിഷ്യന്മാർ കാണുന്നത്. പക്ഷേ ഈ സിദ്ധനെ മാത്രം കുറേ കഴിഞ്ഞിട്ടും ആരും കാണുന്നില്ല. അപ്പോൾ ഇവർ ചെന്ന് ഈ മുറി തുറക്കുമ്പോൾ ഈ സിദ്ധൻ വിനയത്തോടുകൂടി ഗുരുവിനെ പ്രണമിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ കൂടി നിന്ന ആളുകളോട് പറഞ്ഞു അത്രേ, ഞാൻ ഈ മുറിയുടെ ഉള്ളിൽ കയറി എന്നെ അടച്ചിട്ടപ്പോൾ ഒരു വലിയ പക്ഷി എൻ്റെ മുൻപിൽ വന്ന് നിന്ന് എന്നെ തുറിച്ച് നോക്കിക്കൊണ്ട് നിന്നു. അതിനെ കണ്ട ഭയത്തിൽ എനിക്ക് ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല എന്ന്. അങ്ങനെ തന്നോട് വാദിക്കാൻ വരുന്നവരോട് പോലും തിരിച്ചൊന്നും പറയാതെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ മാത്രം പെരുമാറിയ ഒരു തേജോമയ സൂര്യനാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവനെ അടുത്ത് കണ്ടറിഞ്ഞൊരു വ്യക്തി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാചകമുണ്ട്. റിയലി ഹീ ഈസ് എ സേജ്. ടു മീറ്റ് ഹിം ഈസ് ടു റെസ്പെക്ട് ഹിം ആൻഡ് അഡ്മയർ ഹിം. ഗുരുവിനെ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഗുരുവിനെ കാണുന്നത് ഗുരുവിനെ അനുഭവിച്ചറിയുവാൻ വേണ്ടിയാണ്. ഗുരുവിനെ കാണുന്ന ആർക്കാണെങ്കിലും, അതാണ് ശിവലിംഗദാസ സ്വാമി നമ്മുടെ ഗുരുഷട്കത്തിലെ അവസാന പദ്യത്തിൽ പറയുന്നത്, യസ്യനഃ കൽപ്പതേ സിദ്ധൈ പാദാം പുജരജോ ലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏതൊരു ഗുരുവിൻ്റെ കാൽപാദങ്ങളിലെ പൊടിയുടെ ആ ഒരു അംശം ഞങ്ങൾക്ക് നല്ലതിനായി ഭവിച്ചുവോ എന്നാണ് ശിവലിംഗദാസ സ്വാമി ആ ഒരു പദ്യത്തിലൂടെ പാടിയത്. ഇങ്ങനെ ഗുരുവിനെക്കുറിച്ച് ശിഷ്യന്മാർ അനവധി കാര്യങ്ങൾ പറഞ്ഞുപോയി. വർക്കലയിലുള്ള അഡ്വക്കേറ്റ് പി മാധവൻ അവറുകൾ പാടിയത്, നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവർ പോലും അങ്ങേ നേരെ അറിഞ്ഞില്ല തന്നെ. അടുത്ത് കണ്ടു നിന്നവർക്ക് പോലും അറിയുവാൻ സാധിക്കാത്തത്ര പ്രഭാവമുള്ള ഒരാളായിരുന്നു ആര്? സ്വാമി. ഒരിക്കൽ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷം ഗുരുവിൻ്റെ മണ്ഡല പൂജ, നമുക്കറിയാം അത് മുടങ്ങിപ്പോയതാണ്. അങ്ങനെ ഈ മണ്ഡല പൂജയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം വരുമ്പോൾ ശിവഗിരിയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ മണ്ഡല പൂജ മുടങ്ങിയ കാര്യം അറിയുന്നത്. അങ്ങനെ എന്തായാലും വന്നു. ശിവഗിരിയിൽ പോകുന്ന ആരാണെങ്കിലും ഗുരുവിൻ്റെ ആ മഹാസമാധി മന്ദിരത്തിൽ കയറാതെ തിരിച്ചു വരത്തില്ല അല്ലേ? നമുക്ക് അവിടേക്ക് പോകാതെ നമ്മുടെ ആ ഗുരുവിൻ്റെ ആ വെണ്ണയ്ക്കൽ പ്രതിമ കാണാതെ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ഈ ശിഷ്യനും അച്യുതാനന്ദ സ്വാമികളോടൊപ്പം ഈ മഹാസമാധി മന്ദിരത്തിലേക്ക് നടക്കുമ്പോൾ ഇദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്, സാധാരണയായി ഞാൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് തിരിച്ചു പോകുമ്പോൾ ഭഗവാൻ എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയല്ലാത്തത് കൊണ്ട് ഗുരു എന്നോടൊപ്പം ഇപ്പോഴും ഉണ്ടെങ്കിൽ, ഈ സമയത്തും സ്വാമി തൃപ്പാദങ്ങളുടെ അനുഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായെങ്കിൽ ഞാൻ മഹാസമാധി മന്ദിരത്തിൽ, അന്ന് മന്ദിരമില്ല, ആ മഹാസമാധി ആ കുന്നിൽ കയറി ചെന്ന് തിരിച്ചു വന്ന് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ചകോര ശബ്ദം കേൾക്കണം. ചകോരം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഉപ്പൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചു.
ഈ ഉപ്പൻ്റെ സൗണ്ട് ശരിക്കും നല്ലതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ അത് നല്ലതായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇന്ന് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടുള്ളവരാണ് അല്ലേ. ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇന്ന് ആ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത്, ആ പറമ്പിലൂടെ ഗുരു നടന്ന് ഈ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ ചകോര ശബ്ദം കേട്ടു. അപ്പോഴാണ് ഗുരു പറഞ്ഞത് ഇവിടെ കുറ്റിയടിക്കുക. അങ്ങനെ ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ ഈ ചകോര ശബ്ദം വളരെ നല്ലതായിരുന്നു. അങ്ങനെ ചകോര ശബ്ദം കേൾക്കണമെന്ന് പ്രാർത്ഥിച്ച് ഇദ്ദേഹം ഈ മഹാസമാധിയുടെ അവിടെ കയറി ചെന്നപ്പോൾ ഗുരുപുഷ്പാഞ്ജലിക്കുള്ള പുഷ്പം തയ്യാറായിട്ടില്ല. അങ്ങനെ ആ ഇരുന്ന് ഗുരുവിനെ ധ്യാനിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഗോപാലൻ തലശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ശിഷ്യൻ. അദ്ദേഹം പറയുകയാണ്, അവിടെ ഇരുന്ന എനിക്കും എൻ്റെ കൂടെ ഇരുന്ന മുഴുവൻ പേർക്കും കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ ചകോര ശബ്ദം കേട്ടു. തൻ്റെ ശിഷ്യമാനസരുടെ ഹൃദയങ്ങളിൽ കുളിരേകുന്നവനാണ് സ്വാമി. ശിശിരി കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ഗുരുഷട്കത്തിൽ പറയുന്നുണ്ട്. ഗുരുവിനെ അത്രമേൽ നാം ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയാണെങ്കിൽ തീർച്ചയായും ഗുരു നമ്മെയും അവിടത്തേക്ക് ചേർത്ത് നിർത്തും. ഇന്നും നമ്മെ ഗുരുവിനോട് ചേർത്ത് നിർത്തുവാൻ തൃപ്പാദങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ പരമഹംസദേവനെ ശരിയായ സ്നേഹത്തോടെ ശരിയായ ഭക്തിയോടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാൻ നാം തയ്യാറാകുന്നില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം എന്നത് സർവമത ദർശനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്ന ദർശനമാണ് ഗുരുവിൻ്റെ ദർശനം. ഇന്ന് ഗുരു മാംസാഹാരം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നാം വിചാരിച്ചു ഗുരു ബ്രാഹ്മണ്യത്തിൻ്റെ, അതായത് ബ്രാഹ്മണരുടെ സസ്യാഹാര രീതിയെയാണ് പിന്തുടർന്നത് എന്ന്. പക്ഷെ ഗുരു പിന്തുടർന്നത് ബുദ്ധമതത്തിൻ്റെ അഹിംസ എന്ന രീതിയെയാണ്. ഒന്നിനെയും ഹിംസിക്കരുത് എന്ന മാർഗത്തെയാണ് ഗുരു പിന്തുടർന്നത്. നാം കാരണം ഒരു ജീവിയും നമുക്ക് അനുകമ്പയുണ്ടാകണമെന്ന് ഗുരു പാടി. ഒരു പീഠയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഒന്നിനെയും ഉപദ്രവിക്കുവാനുള്ള മനസ്സെനിക്ക് ദൈവമേ നീ തരരുതെന്നാ ഗുരു പാടിയത്. ഗുരു ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഒരു മതാചാര്യന്റെ പേരിൽ പല ആചാര്യന്മാരുടെ ഉപദേശങ്ങളെ ഉൾപ്പെടുത്തി അതിനെ ഒരു മതം എന്നു പേര് വിളിക്കാമെങ്കിൽ പല ആചാര്യന്മാരാൽ സ്ഥാപിതങ്ങളായ എല്ലാ മതങ്ങളെയും ചേർത്ത് അതിനെ ഒരു മതമെന്നോ അല്ലെങ്കിൽ മനുഷ്യമതമെന്നോ മാനവധർമ്മമെന്നോ എന്തുകൊണ്ട് പേരിട്ടുകൂടാ എന്ന് ഗുരു ചോദിച്ചു. ഇന്ന് നമ്മളെല്ലാവരും ഒരുപാട് ഗുരുവിനെ കണ്ടനുഭവിച്ചിട്ടില്ലാത്ത പലരും എഴുതുന്ന കൃതികളാണ് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഗുരു വളരെ മനോഹരമായി എഴുതി തന്ന 64 പരം വരുന്ന കൃതികൾ നമുക്കിന്നുണ്ട്. ഇപ്പോൾ ഗുരു എഴുതി തന്നതായി നമ്മുടെ കൈവശം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ കൃതി ഏതാണ്? ശ്രീകൃഷ്ണ ദർശനമാണ് ഗുരു എഴുതി തന്നതായി ആദ്യമായി ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരിക്കും ഗുരു എഴുതിയത് എന്ന് പറയുന്നത് ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ഒരു കൃതിയാണ്. പക്ഷേ നമുക്കിന്ന് ലഭ്യമായിട്ടുള്ളത് ശ്രീകൃഷ്ണ ദർശനമാണ്. ഏകദേശം 10 വരി മാത്രം വരുന്നൊരു കൃതിയാണത്. ഭൂയോ വൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി